നിർത്തണ്ട, പണി നടക്കട്ടെ. ഹേയ്, പഠിക്കാൻ നോക്കാണ്. ട്രെയിനിങ് സ്കൂൾ തുറക്കണവരെ നേരം പോണ്ടേ? നേരം പോവാൻ വിഷമിക്കുന്ന ഒരാൾ ഇല്ലത്തുകൊണ്ട് ഇങ്ങനെ വല്ലതും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. കുട്ടിയത്തന്മാരല്ലേ, പാവം. അതിന്റെ കാര്യം കഷ്ടാണ്. അങ്ങനെ പലരും ഉണ്ട് പലയിടത്തും. ഇത്ര ചെറുപ്പത്തില് ഭർത്താവ് മരിക്കാച്ചാൽ വയസ്സിൽ എന്നെക്കാളും താഴെയാണ്. വയസ്സായാൽ മരിക്കും. ഒരു ചെറുപ്പക്കാരിയെ ഇശ്യാമത്തെ വേളി കഴിച്ചുകൊണ്ട് ഒരു 50 കൊല്ലം നീട്ടി കിട്ടുമോ ആയുസ്? എന്നാലും ഭർത്തൃസുഖം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ഭർത്തൃസുഖം അതൊരു നാടൻ ചൊല്ല് മാത്രമാണ്. അതും ഒരു സങ്കടല്ലേ? ഊഴം നോക്കി ചില പാതിരകളിൽ ഒരു കിഴവന്റെ കിടപ്പറയിൽ കേറിക്കൂടാൻ കഴിയുന്നതല്ലേ മഹാഭാഗ്യം. ശേഷിച്ച ജീവിതകാലം മുഴുവൻ ഒരു വടക്കിനി തലത്തിന്റെ ചുറ്റും. അതാണ് ഭയങ്കര ശിക്ഷ. അയ്യേ, ഒരു പുല്ലായി ഇട്ട് കൊടുക്കാണ്ടേ? ഇതൊക്കെ നിനക്ക് പറഞ്ഞായിരുന്നോ നാണിക്കുട്ടി? നടക്കുകയാണ്. ബ്രാഹ്മണോപചാരം തുടങ്ങുമ്പോ സ്ഥലം വിടാം. അപ്പനായിട്ട് മക്കാണായെന്ന് കേട്ടല്ലോ ഉണ്ണിയമ്പൂരി. ശേഖരൻ പറഞ്ഞതാവും അല്ലേ? കുറച്ച് പണം ചോദിച്ചു, അതാണ് കാര്യം. നടക്ക്. ചെലവിനുള്ളതൊക്കെ ആഫീസിൽ നിന്ന് കിട്ടും. തട്ടിമുട്ടി കഴിയാം. എന്നാലും അങ്ങനെ കഷ്ടപുഷ്ടിയായിട്ട് എന്തിനാ അന്യദിക്കിൽ കിടന്ന് ബുദ്ധിമുട്ടണ? ഞാൻ തനിച്ചല്ലല്ലോ, കുറെ പേരുണ്ട്. മൂക്കുമുട്ട ഖാസി, പൂമോത്തിരിപ്പും മുറുക്കിത്തുപ്പുമായി കഴിയാൻ സൗകര്യമുള്ളവരാണ് എല്ലാവരും. ഒരു പ്രസ്ഥാനം വളരാൻ കുറച്ച് കഷ്ടപ്പെടാതെ പറ്റില്ല. മോരിക്കുട്ടിയെ വിറ്റ കാശുണ്ടാകത്ത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പോൾ വേണ്ട. ഇടയ്ക്ക് വല്ല പുസ്തകം വാങ്ങാൻ, പിന്നെ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ, അതിനൊക്കെ തികയാതെ വരും ചിലപ്പോൾ. അതുകൊണ്ട് അതിലെത്തി ചോദിച്ചത്. നടക്കട്ടെ. കോലോത്തെ അമ്മിണിത്തമ്പുരാനും സംഘവും മുകളിൽ വന്നതുകൊണ്ട് 10 പേരുടെ താരത്ത് വേറെ സ്ഥലം കണ്ടുപിടിക്കണം കിടക്കാൻ. സ്ഥലം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ വിരിച്ചു തരാം. പൂമൂത്ത് കുഞ്ചുണ്ണിയമ്പൂര് ശേഖരന്റെ മരുവോളുടെ വീട്ടിലെ കിടപ്പിന്റെ വട്ടം തുടങ്ങിയെന്ന ആളുകൾ നാളെ പറഞ്ഞാൽ, ഈശ്വരാ, ഞാനതല്ല. അങ്ങനൊരു അർത്ഥമുള്ളത് ഞാൻ. ആരിഹ വരുന്നതിവൻ ആരും എതിരില്ലയോ, ആരിഹ വരുന്നതിവൻ. അയ്യോ, തൃശ്ശൂര് വന്ന് പോകുമ്പോഴൊന്നും എന്നെ അന്വേഷിക്കാൻ നേരെയില്ല ലടോ. ഉണ്ണിയമ്പൂരി സ്ഥലത്തുണ്ടോന്ന് എങ്ങനെ അറിയും? വിപ്ലവല്ലേ? ഒരു ഈസം കളിക്ക് വന്നാൽ എന്തായിരുന്നു നഷ്ടം? നിന്റെ സ്ത്രീവേഷം കണ്ട് മോഹിക്കാനോ? ഇപ്പൊ ആദ്യവസാനക്കാരനാണ്, അതറിയില്ലേ? ആ, ഇവിടുത്തെ ഉത്സവ കളി അപ്പുണ്ണി ആശാൻ ഏറ്റു. ഓ, വേട്ടേക്കറിന് 12,000 തേങ്ങയേറിയൽ, സദ്യ, കഥകളി. അപ്പൻ മുടിക്കാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് പുറപ്പാട്. ഉണ്ണിയമ്പൂരി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ കളിക്കാൻ ആദ്യമായിട്ടൊരു അരങ്ങ് കിട്ടുകയാണ്. ഞാനിതോടെ ആശാന്റെ സംഘത്തിൽ നിന്ന് വിടുകയും ചെയ്യും. പിന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കും. അമ്മാമയും വാരരും പറഞ്ഞപ്പോ 4 കുട്ടികളെ വെച്ചൊരു കളരി തുടങ്ങാനും കഷ്ടി സമ്മതിച്ചിരിക്കണം അപ്പൻ തമ്പുരാൻ. അതൊരു രക്ഷ. മാധവ, കുളത്തിലേക്ക് അകത്തുള്ളവർക്ക് പോണം, വഴിന്ന് മാറിക്കോളൂ. കിഴക്കേടത്തുനിന്ന് കൊണ്ടുവന്ന കഥകളിയിൽ അച്ഛനേക്കാൾ ഗ്രഹിത മകൾക്ക്. എന്റെ വേഷം ഇഷ്ടായിന്നും പറഞ്ഞു. കളി കാണാൻ അവര് വരില്ലേ ഉണ്ണിയമ്പൂരി? അകത്തുള്ളവർക്ക് ഇരിക്കാൻ എന്താ സൗകര്യം ചെയ്യാന്നറിയില്ലല്ലോ. കിഴക്കിടത്തെ ചിട്ടയല്ലോ ഇവിടെ. അന്വേഷിക്കട്ടെ. എവിടെ എല്ലാവരും?
രാത്രി ഞാനുണ്ട്. എവിടേക്ക് എവിടേക്കെന്നാ ചോദിച്ചത്? കുറച്ചു നേരം കളി കാണാന്നുണ്ടായിരുന്നു. അകത്തുള്ളവർക്ക് ഇരിക്കാൻ മറച്ചു കെട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. താലിച്ചേട്ട അടുത്ത് ഒരു ഉത്സവം കാണാനും കഥകളി കാണാനും ചെന്നിരിക്കുമെന്നാ എനിക്കറിയേണ്ടത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്റെ തല തീർച്ചയെ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഉത്സവം കാണാൻ ചമഞ്ഞ് ചാടി പുറപ്പെട്ടിരിക്കുന്നു ഒരു ഏട്ട. എന്നാലേ ഉണ്ണിമായേ നമ്മൾക്ക് 3 ആൾക്ക് കൂടി അങ്ങോട്ട് കാശിക്ക് പോവാ. നിർന്തലിക്ക് ഞാൻ ഒന്ന് തന്നാണ്ടല്ലോ. കാലെടുത്ത് കുത്തി ഒന്ന് മുതൽക്ക് തുടങ്ങി അനർത്ഥം. നിന്റെ മുഖം കഴുത്തിളക്കണം. കാണും ഇപ്പോ കൈകെട്ടി താണു നിന്ന് ആകാശത്ത് ചന്ദ്രനെ സങ്കല്പിച്ച് കഴുത്തിളക്കി ഭംഗി നടിക്കുക. ഒന്ന് നിൽക്കൂ. നല്ല സമയത്താ വന്നത്. ഒരു സംശയമുണ്ട്. ചെന്താർ ബാണം അണിച്ചപ്പും ആ പദം വേണോ? കിഴക്കേടൻ തിരുമേനി എങ്ങനെയാണ് പാടിയിരുന്നതാവും? വേണ്ട, ഇടുമ്പിയുടെ സന്തോഷത്തിൽ നിർത്തിയാ മതിയെന്നാ തോന്നണ. മറ്റേ പദം കോട്ടയം തമ്പുരാൻ എഴുതിയതല്ലെന്നാ അച്ഛൻ പറയണ. ഓഹോ, വേറെ സംശയങ്ങളുണ്ട്. ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, കണ്ടപ്പോഴൊക്കെ മറന്നു. അച്ഛൻ പോണടത്തൊക്കെ കുറെ കളി കണ്ടു വച്ചിട്ട് എനിക്കത്ര ഗ്രഹീതമൊന്നുമില്ല. ആദ്യം തൊട്ട് തുടങ്ങാം. വേണോ വേണ്ടെന്ന് ഏത് പദത്തിനെ തർക്കം? അതൊക്കെ ഇത്തിരി മോശ. ചെന്താർ ബാണം അണിച്ചെപ്പും ചേവടി പണിയും നിൻ പന്തൊക്കും കൊങ്കയൻ മാറിൽ. ആ, ഇവിടെയാണോ? കിഴക്കെടുത്തുന്ന ആള് വന്നിരിക്കണു. ആത്തേമാരി പെറ്റൂത്രേ ആൺകുട്ടി. ഓ, ആരാ വന്നത്? കോന്തുവാണോ? പെറ്റതറിയിക്കാൻ വന്നാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? കുഞ്ഞിക്കാളിയും ഇല്ലാത്തതാ. തൊണ പോവാൻ എന്നോട് ചാടി പുറപ്പെടണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കണു. ഏട്ടനും ഏടത്തിയമ്മയ്ക്കും സന്തോഷായിട്ടുണ്ടാവും. അടിയനും ഈ വഴിക്കുണ്ട്. കോരലൂർ അമ്പലത്തിലൊരു കളിയുണ്ട്. കിഴക്കേടത്ത് അടുത്താന്നാ പറഞ്ഞത്. നളചരിതം 1ഉം 4ഉം പഠിക്കുകയാണ്. തെക്ക് അതിനാണത്ര ഇപ്പൊ പ്രചാരം. 2ാം ദിവസത്തെ നളനാ വേഷം. തമ്പുരാൻ പറഞ്ഞിട്ടായി ക്ഷണം.
ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെങ്ങാനും ഇരിക്കാം. ഇളനീര് കിട്ടുമോ നോക്കണോ? വേണ്ട, ഇനി അധികം ഇല്ലല്ലോ. കോരല്ലൂർക്ക് ഇതാ എളുപ്പം. പഠിക്കലാക്കിയിട്ട് പോവാം. നടക്കൂ. ഇപ്പോഴില്ല, ക്രിയാദികളുടെ തിരക്കിന്റെ ഇടയിലാവും. അടിയൻ അന്വേഷിച്ചു, സൗകര്യപ്പെട്ട കളിക്ക് വരണമെന്ന് പ്രത്യേകം പറയണം. ഇവിടുന്നും വരണം. അടിയന്റെ ഒരു മോഹാണ്. മധുനോ ഘൃതസ്യ വേദം സവിത്ര പ്രസൂതം മഘോനാം ആയുഷ്മാൻ ഗുപ്തോ ദേവതാ. കാണട്ടെ. ഒക്കെ അശുദ്ധാക്കിലോ. ഞാൻ അയത്തായിട്ടില്ല. മംഗളകരമായ ഒരു കാര്യം നടക്കണേന്റെ നടുവിലേക്ക് അങ്ങോട്ട് കേറി വരുന്നേ. താലിച്ചേരുടെ അർത്ഥ ആളാന്ന് വല്ല വിചാരമുണ്ടോ ലഗ്നത്തിന്? കുട്ടി അകത്തേക്ക് പോയിക്കോളൂ. ആദ്യം തൊട്ടേ തുടങ്ങണ വാസവൻ. പ്രതേദാമി മധുനോ വേദം സവിത്ര പ്രസൂതം മഹോന ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി. അത് അത്ര സാരാക്കണ്ട. ഈ ഓദിക്കൻ അല്ലെങ്കിൽ ഒരു വെകിളിക്കാരനാണ്. തെറ്റായി. അപ്പോഴത് തോന്നിയില്ല. ഇടയ്ക്ക് എന്റെ സ്ഥിതി എന്താന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഇനി അതന്നെ വിചാരിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല. തൽക്കാലം തറവാട്ടിൽക്കാരന്ന് പറഞ്ഞാനാ. ഉണ്ണിയമ്പൂരിയും വേറെ ആള് വന്നിട്ടുണ്ട്. ഉണ്ണാനുണ്ടാവും നിശ്ചല്യ. ഉണ്ണണം, തിരക്കില്ല. സംഭാരം ഒറ്റ വേണോ? ശാന്തിക്കാരനാ അടുക്കളയില്. വേണ്ട. മറ്റേ ചെറിയമ്മ അവരും പോയി. പാഞ്ഞാൾക്കാന്നാ തോന്നണ. ഏട്ടന്റെ എടുത്തിമ്പഴം തീർത്ഥാടനം കഴിഞ്ഞില്ലേ? 101 ശിവാലയങ്ങളിലെ വഴിപാട് എല്ലാ ദിക്കിലും പ്രസിദ്ധമായിരിക്കണം. 25 കൊല്ലത്തിനിടയ്ക്ക് ചെറിയമ്മ ഇല്ലപ്പറമ്പിന് പുറത്തൊന്ന് പോയല്ലോ, അതും നന്നായി. കേമ്പി, ഇങ്ങോട്ട് വരാം. കിഴക്കേടത്തു നിന്ന ആളായതുകൊണ്ട് അബദ്ധത്തിൽ ആളുകളെ കണ്ടാൽ ഇവിടെ ബോധക്കേടൊന്നും വരില്ല. കേമ്പി ഇടയ്ക്ക് കവിതാ ലേഖനം ഒക്കെ എഴുതാറുണ്ട്. ചിലത് കണ്ടിട്ടുണ്ട്. വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു ഇവിടെ ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന്. ഈ ചുറ്റുവട്ടത്തെ ഇല്ലങ്ങളിൽ നിന്നൊക്കെ പെൺകിടാങ്ങൾ വരട്ടെ, സഹായിക്കാൻ ശരിയായൊരു മിസ്ട്രസും ഇടയ്ക്ക് വരും. നാണിക്കുട്ടി. അയ്യോ, ഏട്ടത്തിമാര് കേൾക്കണ്ട. അവരും പഠിക്കട്ടെ. സ്വന്തമായി രാമായണം വായിക്കാനെങ്കിലും ഉപകാരമാവില്ലേ? അന്തർജന അക്ഷരം പഠിച്ച ആകാശം പൊട്ടി വീഴൊന്നുമില്ല. കിഴക്കേടത്ത് അങ്ങനെ വല്ല അത്യാഹിതവും. മഹാസദസ്സുകളിൽ അന്തർജനങ്ങൾ പ്രസംഗിക്കാനും തുടങ്ങി. അറിയില്ലേ ആവോ? കേട്ടിട്ടുണ്ട്. നെന്മിനി മംഗലത്തെ വേഷം മാറ്റിയതുകൊണ്ട് വിപ്ലവം വരില്ല.
ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, അറിവിന്റെ ആയുധം കൊണ്ട് വേണം പഴമയുടെ പെരുങ്കോട്ട കുത്തിപ്പൊളിക്കാനെന്ന്. ഞങ്ങൾ നാളെ പോണുള്ളൂ. ഒരു കാര്യം, ഇത്ര സൗകര്യത്തിൽ സംസാരിക്കാൻ എന്നും അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ട് പറയാണ്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഒരു വൃദ്ധൻ കെട്ടിയ ചരട് അറുത്ത് കളഞ്ഞു എന്ന് വെച്ച് എന്താ പറയേണ്ടെന്ന് അറിഞ്ഞൂടാ. ചുരുക്കത്തിൽ ജീവിതം ഇനി വ്യർത്ഥം എന്നൊരിക്കലും തോന്നരുത്. പിന്നെ അടുക്കളക്കരി ആത്മാവിലേക്ക് കയറാതെ നോക്കുകയും വേണം.